ഹായ് ഫ്രണ്ട്സ്, കടുമാങ്ങയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ മപ്പാസാണ്. അതെങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അതിലേക്ക് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ ഞാൻ 750 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഒരു 1.5 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ഒരു 10 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. 5 പച്ചമുളക്, മല്ലിപ്പൊടി, 2 ഉരുളക്കിഴങ്ങ്, മുളക് പൊടി എടുത്തിരിക്കുന്ന കാശ്മീരി ചില്ലിയാണ്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം പൊടിച്ചത്, തേങ്ങയുടെ 1-ാം പാല്, 2-ാം പാല്. നമുക്കിതെങ്ങനെ, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇതെങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ചിക്കൻ മപ്പാസ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ആരെങ്കിലും പെട്ടെന്ന് തന്നെ ഒരു വിരുന്നുകാർ വരികയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് രാവിലത്തെ പലഹാരത്തിൻ്റെ ഒപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിക്കൻ മപ്പാസ് ഉണ്ടാക്കാൻ അധികം ബുദ്ധിമുട്ടുമില്ല, അധികം ചേരുവകളൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇതെങ്ങനെ തയ്യാറാക്കേണ്ടതെടുക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ചൂടായതിന് ശേഷം അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് സവാള ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്, നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് സവാള പെട്ടെന്ന് വഴാൻ വേണ്ടി നമുക്ക് ശകലം ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. സവാള നന്നായി വഴന്ന് വരട്ടെ. നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിൽ ഉപ്പിടുന്നതുകൊണ്ട് നമ്മൾ ചിക്കന് ഉപ്പിടുമ്പോൾ നോക്കിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചിക്കന് ഉപ്പ് അധികമാവും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള വഴന്ന് വരുന്നുണ്ട്. ഏകദേശം ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. കാരണം നമ്മളധികം മുളക് യൂസ് ചെയ്യുന്നില്ല, പച്ചമുളക് ഇടുന്നുള്ളൂ. അപ്പോൾ എരിവ് കുറയ്ക്കണമെങ്കിൽ ഞാനിപ്പോൾ ഒരു 5 എണ്ണം എടുത്തിരിക്കുന്നത്. അത് വേണമെങ്കിൽ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2 എണ്ണം ആക്കാം. എരിവ് വേണമെങ്കിൽ നമുക്ക് പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം. മുളക് പൊടി ഇടുന്നത് ആ ഒരു നിറത്തിന് മാത്രമാണ് ഇടുന്നത്. അത് കാശ്മീരി ചില്ലി ആയതുകൊണ്ട് ഒട്ടും തന്നെ എരിവുണ്ടാവില്ല. പിന്നെ ആ ചെറിയൊരു ഇഞ്ചിയുടെ മാത്രമേ എരിവുണ്ടാവുള്ളൂ. നമുക്കിത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഏകദേശം ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. നല്ല ഗോൾഡൻ കളറൊന്നും ആവണമൊന്നുമില്ല, നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. നമുക്കിതിനകത്തേക്ക് ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ജോലിക്ക് പോകുന്നവർക്കും അല്ലെങ്കിൽ പിള്ളേർക്ക് സ്കൂളിൽ വിടുന്നവർക്കൊക്കെ പെട്ടെന്ന് സമയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇതുപോലെ തന്നെ ഇന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ അധികം സമയവും വേണ്ട, പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ഡിഷ് ഉണ്ടാക്കുന്നതും പിള്ളേരെ ബേസ് ചെയ്താണ് ഉണ്ടാക്കുക. അവർ ഏത് ടേസ്റ്റിലാണോ അവർക്ക് കഴിക്കാൻ ഇഷ്ടം, ആ രീതിയിലാണ് നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ പരമാവധി നമ്മൾ എരിവ് കുറയ്ക്കാൻ നോക്കും. കുട്ടികൾക്കാണെങ്കിൽ ഒത്തിരി എരിവൊന്നും ഇഷ്ടമല്ല, അപ്പോൾ നമ്മൾ എരിവ് കുറയ്ക്കും. പിന്നെ തേങ്ങാപ്പാലൊക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. ചോറിൻ്റെ ഒപ്പം കൊടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ചപ്പാത്തിയോ പാലപ്പോ വെള്ളയപ്പോ ഏതിൻ്റെ ഒപ്പമാണെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടും. അവർ ചിക്കനും കഴിച്ചോളും, ഒപ്പം തന്നെ നമ്മൾ കൊടുക്കുന്ന ചോറോ വെള്ളയപ്പോ അതാണെങ്കിൽ കഴിക്കുകയും ചെയ്തോളും. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ചിക്കൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിത് തേങ്ങാപ്പാലിലാണ് വേവിച്ചെടുക്കുന്നത്. 2-ാം പാലിൽ നമ്മൾ വേവിച്ചെടുക്കും. അതിനുശേഷം ചിക്കൻ വെന്ത് പാകത്തിനായി കഴിയുമ്പോൾ നമ്മൾ 1-ാം പാൽ ചേർത്ത് വാങ്ങുകയാണ് ചെയ്യുന്നത്. ആ തേങ്ങാപ്പാലിൽ കിടന്ന് വേവുമ്പോൾ തന്നെ ആ ചിക്കനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതാണ് ഈ ചിക്കൻ മപ്പാസിൻ്റെ ഒരു പ്രത്യേകത. നന്നായി മുളകൊക്കെ നന്നായിട്ട് വാടി വരുന്നുണ്ട്. നമുക്കിതിനകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് പൊടികൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം.
മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഞാനൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കാം. നമ്മൾ മപ്പാസ് ആയതുകൊണ്ട് തന്നെ പെരിഞ്ജീരകത്തിൻ്റെ അളവാണ് നമ്മൾ കൂട്ടുന്നത്. അതിനൊരു 3/4 ടീസ്പൂൺ നമുക്ക് പെരിഞ്ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ചിക്കനും നമ്മൾ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുക്കാം. നേരത്തെ അരിഞ്ഞ് വെച്ച് നമുക്ക് ആ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ മസാല ഇതും ചിക്കനും കൂടി നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കിയതിന് ശേഷം നമുക്ക് 2ാം പാൽ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നേരത്തെ ഉള്ളൊരു സവോളയിൽ ഇട്ട് വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചിട്ടാൽ മതി. ഇനി വേണമെങ്കിൽ നമുക്ക് അന്നേരം ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതിൽ കിടന്നിട്ട് ചിക്കൻ നന്നായിട്ട് വെന്ത് വരട്ടെ. നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് മൂടി വയ്ക്കാം. നന്നായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് നന്നായി ആവി കയറിയതിന് ശേഷം ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ചിക്കൻ വെന്തതിന് ശേഷമാണ് നമ്മൾ 1ാം പാൽ ഒഴിച്ച് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് വെന്തിട്ട് വരട്ടെ. ഇത് കണ്ടില്ലേ, നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട്. നമുക്കിത് മൂട തുറന്നിട്ട് എന്തായെന്ന് നോക്കാം. ഉണ്ടോ, നല്ല തിളച്ച് നല്ല ഇതായിട്ട് വരുന്നുണ്ട്. ചിക്കൻ വെന്തോന്ന് നമുക്ക് അറിയണമെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തൊന്ന് കുത്തി നോക്കിയാൽ മതി. ഉരുളക്കിഴങ്ങ് വേവുന്ന അത്ര വേവ് തന്നെ ചിക്കനും ഉള്ളൂ. പക്ഷേ നമ്മുടെ ഇത് വെന്തിട്ടില്ല. നമുക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് വെന്തിട്ട് വരട്ടെ. അതുവരെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ ചിക്കൻ വെന്തോന്ന് നമുക്ക് നോക്കാം. ഉണ്ടോ, നല്ല ആദ്യത്തെ 2ാം പാൽ ഒഴിച്ചതൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. അത് ഉരുളക്കിഴങ്ങ് ഉണ്ടോ, ഇങ്ങനെ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് പൊടിഞ്ഞു പോകും. അതാണ് ഇതിൻ്റെ പാകം. നമുക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു അരമുറി തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. 1ാം പാൽ ചേർത്തതിന് ശേഷം ഒന്ന് തിള വന്നത് നമുക്ക് ബർണർ ഓഫ് ചെയ്യാം. ഇത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ പാകമാണോ നോക്കാം. ഈ ഒരു മുളക് പൊടി ഇട്ടുകൊണ്ടാണ് ഈ ഒരു കളർ വന്നിരിക്കുന്നത്. നമ്മൾ പച്ചമുളക് മാത്രമാണെങ്കിൽ കളർ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ആ കളർ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പച്ചമുളക് മാത്രം ഇട്ട് വയ്ക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിരിക്കുന്നത്. കാശ്മീരി ചില്ലി ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കും കൊടുക്കാം. എരിവൊന്നും അധികം ഉണ്ടാവില്ല. ഉപ്പൊന്ന് നോക്കി നോക്കാം. ഉപ്പൊക്കെ പാകമാണ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ബർണർ ഓഫ് ചെയ്യാം. ഇതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. എല്ലാ സൈഡും നന്നായിട്ട് വരുമ്പോൾ നമുക്ക് ബർണർ ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയാണ് നമ്മൾ 2 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യുന്നത്. അതിലെ ഇതുപോലെ വളരെ സിമ്പിളും ടേസ്റ്റിയുമായ ഒരു ചിക്കൻ മപ്പാസാണ്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. ഗരം മസാല ഇഷ്ടമില്ലാത്തവർ പെരിഞ്ജീരകത്തിൻ്റെ പൊടി വറുത്ത് പൊടിച്ച് ചേർത്താൽ മതി. ഇനി ഗരം മസാല വേണമെന്നുള്ളവർ മാത്രം ഗരം മസാല ചേർക്കാം. ഞാൻ ഇതിനകത്ത് ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. ഗരം മസാല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇത് പെരിഞ്ജീരകം മാത്രം ചേർത്താൽ മതി. ഇനി പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഗരം മസാല മാത്രം ചേർത്താൽ മതി. നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കേണ്ട. വളരെ സിമ്പിളും ടേസ്റ്റിയുമായ ചിക്കൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബർണർ ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
ഇതാ നമ്മുടെ ചിക്കൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എല്ലാവരും കണ്ടു നോക്കണം ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു ഡിഷാണ്. വളരെ ടേസ്റ്റിയുമാണ്. ഇതേപോലെ ബ്രെഡിൻ്റെ ഒപ്പവും ചപ്പാത്തിയുടെ ഒപ്പമൊക്കെ നമുക്ക് കഴിക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ഡിഷുമായി വീണ്ടും കാണാം.